അസ്സലാമു അലൈക്കും. ഈ വീഡിയോ കാണുന്ന എല്ലാ മുസ്ലിങ്ങളോട് കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. ഇറ്റ്സ് ടൈം ടു വേക്ക് അപ്പ്. നമ്മൾ എഴുന്നേൽക്കാൻ സമയമായി. എങ്ങനെ? നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാനല്ല, മറിച്ച് നമ്മുടെ സൗൾ, നമ്മളുടെ ആത്മാവിനെ നമ്മൾ എഴുന്നേൽപ്പിക്കാൻ സമയമായി. ഈ ജീവിതത്തിൻ്റെ പേർപ്പസ്, അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇനിയെങ്കിലും നമ്മൾ വീണെടുത്ത് നിന്ന് എഴുന്നേൽക്കണം. ഇറ്റ്സ് റൈറ്റ്. നമ്മൾ ഒരുപാട് തവണ വീണ് പോയിട്ടുണ്ടാവും. നമ്മൾ ഒരുപാട് തവണ നമ്മൾ നിസ്കരിക്കാനും ഖുർആൻ ഓതാനും അള്ളാഹുവിനോട് ക്ലോസ് ആവാനും വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, നമ്മൾ എത്ര തന്നെ വീണാലും ഒരിക്കലും നമ്മൾ വീണെടുത്ത് നിന്ന് എഴുന്നേൽക്കാതിരിക്കരുത്. നമ്മളെ അള്ളാഹു ഒരു ഉദ്ദേശവും ഇല്ലാതെയല്ല പഠിച്ചത്. നമ്മൾക്ക് എല്ലാവർക്കും ലൈഫിൽ ഒരു പേർപ്പസ് ഉണ്ട്. നമ്മൾ ഈ ലോകത്ത് സന്തോഷിക്കാനും സമാധാനിക്കാനും വേണ്ടി മാത്രമല്ല നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്. നമ്മൾ ഇസ്ലാമിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ പരീക്ഷിക്കപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്, നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്തു എന്നിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ ഒരിക്കലും ഞാൻ പരീക്ഷിക്കില്ലെന്ന്. സോ എന്ത് തന്നെ നമ്മളുടെ ലൈഫിൽ കടന്നു വന്നാലും നമ്മൾ ഉയർത്തെഴുന്നേൽക്കാൻ പഠിക്കണം. നമ്മുടെ റബ്ബിന് വേണ്ടിയിട്ട്, സ്വർഗത്തിന് വേണ്ടിയിട്ട്. ഈ ലോകം മുഴുവൻ ഓരോ കാര്യങ്ങളിൽ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ, ഓരോ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പതിയെ പതിയെ ഉയർത്തെഴുന്നേൽക്കുവാണ് അള്ളാഹുവിൻ്റെ ദീനിലേക്ക്. നിങ്ങളുടെ തെറ്റുകളെ, നിങ്ങളുടെ നഫ്സിനെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ വല്ലാഹി നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തിരുന്നതെന്നുള്ളത്. ഇങ്ങനെ നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ വീണെടുത്ത് നിന്ന് എഴുന്നേൽക്കുമ്പോൾ അതിന് ഒരുപാട് ധൈര്യം വേണം, അതിന് നല്ല മനക്കരുത്ത് വേണം. അങ്ങനെ ഈ ഒരു കാര്യം നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മളുടെ ആഖിറത്തിൽ സക്സസ്ഫുൾ ആവും എന്നുള്ളതിന് ഒരു സംശയമില്ല. ഇത് നിങ്ങളുടെയും എൻ്റെയും സമയമാണ്. നാളെ നന്നാവാം അല്ലെങ്കിൽ പിന്നെ നന്നാവാം എന്നുള്ള ചിന്ത നമ്മൾ മാറ്റി വെച്ചിട്ട് ഇന്ന് ഇപ്പോൾ ഈ നിമിഷത്തിൽ നമ്മൾ ഓരോ സെക്കൻഡും ബെറ്റർ ആവാൻ ശ്രമിക്കുക. കാരണം മരണം എന്നുള്ളത് എപ്പോഴാണ് നമ്മളിൽ വന്നു ചേരുക എന്നുള്ളത് നമ്മൾക്കറിയില്ല. നമ്മുടെ നിസ്കാരം നമ്മൾ കഴിയുന്നതും പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കുക. ഡെയിലി നമ്മൾ ഖുർആൻ ഓതുന്നുള്ള ഒരു ശീലം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാം. നമ്മുടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു ഉണ്ടായത് അതേപോലെ നമ്മളും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നമ്മളുടെ ഹൃദയത്തിൽ അള്ളാഹുവിനെ നമ്മൾ കടത്തിവിടുമ്പോൾ, അള്ളാഹുവിൽ നമ്മളുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം നമ്മൾ വെക്കുമ്പോൾ, ഈവൻ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒരുപാട് മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മുടെ ലൈഫിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിലും, ഈവൻ രോഗമാവാം അല്ലെങ്കിൽ ഭയങ്കര പരീക്ഷണത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, എന്തൊക്കെ ഉണ്ടായാലും നമ്മളുടെ മനസ്സിൽ ഒരു സമാധാനം ഉണ്ടാവും. എന്തൊക്കെ വന്നാലും എൻ്റെ റബ്ബ് എന്നെ കൈവിടില്ല എന്നുള്ള ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഈ ലോകത്ത് എന്ത് തന്നെ കടന്നു വന്നാലും നമ്മൾ അതിജീവിക്കുന്നതായിരിക്കും. നമ്മൾ അള്ളാഹുവിൻ്റെ പ്ലാനിൽ വിശ്വസിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ മനസ്സിന് ഒരു ധൈര്യം തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. സോ ഇതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഇസ്ലാമിൽ വിശ്വസിച്ചത് കൊണ്ട് മാത്രം എല്ലാം ആവുന്നില്ല. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന പരീക്ഷണങ്ങളും നമ്മൾ എങ്ങനെയെങ്കിലും തരണം ചെയ്ത് മുന്നോട്ട് വരണം. അതാണ് യഥാർത്ഥ ഒരു വിശ്വാസിയുടെ പവർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും നമ്മുടെ ലൈഫിൽ നമ്മൾ മടി പിടിച്ചിരിക്കാതെ ഇന്ന് തന്നെ നമ്മുടെ ദീനിലേക്ക് അടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങുക. നിങ്ങൾ ഓൾറെഡി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അതെന്നെ ആലോചിച്ചാൽ മതി, എന്ത് ഭാഗ്യവാന്മാരാണ് നമ്മളൊക്കെ. നമ്മൾ ഓൾറെഡി ചൂസൺ ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇസ്ലാം തന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും മുസ്ലിമായിട്ട് ജനിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യം തന്നെ ഒരു തെളിവായിട്ട് അവിശേഷിക്കുകയാണ്. അതായത് നിങ്ങൾ ഗ്രേറ്റ്നെസ്സിന് വേണ്ടിയിട്ട്, ഏറ്റവും നല്ലതിന് വേണ്ടി നിങ്ങൾ ഇസ്ലാമായ ദീനിനെ രുചിച്ചറിയാൻ നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ്. എന്തൊരു കാര്യം നമ്മളുടെ ലൈഫിൽ സംഭവിച്ചാലും ഒരിക്കലും നമ്മളുടെ ഈമാൻ അത് കാരണം കുറയാൻ നമ്മൾ സമ്മതിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓൾറെഡി നമ്മളെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും പരീക്ഷണത്തിലൂടെയും പ്രയാസത്തിലൂടെയൊക്കെ കടന്നു പോകുന്നത്. സോ ഈ ഒരു ലോകം ഒരു യഥാർത്ഥ മുസ്ലിം എങ്ങനെയാണെന്നുള്ളത് നിങ്ങളിലൂടെ കാണാൻ കഴിയട്ടെ.
ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള സൈനാണ്, നിങ്ങൾക്കുള്ള അടയാളമാണ്. ഇപ്പോഴെങ്കിലും നമ്മൾ മാറി ചിന്തിച്ച് നമ്മളുടെ മടിയെയും ഡിസ്ട്രാക്ഷൻസിനെയും ഒക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ റിയൽ ആയിട്ടുള്ള ഒരു മുസ്ലിമായിട്ട് ഇനിയെങ്കിലും നമ്മൾ ജീവിക്കണം. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക. ഓൾസോ നിങ്ങൾ സ്നേഹിക്കുന്നവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ആക്കുക. എന്തായാലും അവർക്കും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.